പഞ്ചകർമ്മ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടുള്ള ഡോക്ടർ KP നമ്പൂതിരിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഡോക്ടർ നമസ്കാരം. നമസ്തേ. നമസ്തേ സർ. ഡോക്ടർ, ഇന്ത്യയിലെ ആയുർവേദ കോളേജുകൾക്ക് ഏതാണ്ട് 500ഓളം ആയുർവേദ കോളേജുകളാണുള്ളത്. അവർക്കുള്ള ഒരു പ്രോസസ്ഡ് ഹാൻഡ് ബുക്ക് ഉള്ള അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു 30 കമ്മിറ്റിയുടെ ഹെഡ് എന്ന രീതിയിൽ അത് ലീഡർഷിപ്പ് ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിലും അത്തരത്തിലുള്ള വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പോസ്റ്റാണ് വഹിക്കുന്നത്. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? എന്താണ് ആ ഒരു ബോഡിയുടെ പ്രത്യേകത എന്താണെന്നുള്ളത്? അതായത് ഈ ആയുർവേദ ഇത് കൺട്രോൾ ചെയ്യുന്നത് നാഷണൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഒരു ബോഡിയാണ് ഇത് എല്ലാം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ നമ്മുടെ ആയുർവേദ കോളേജുകൾ അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആയുർവേദ കോളേജ് എങ്ങനെയായിരിക്കണം നടക്കേണ്ടത്, അല്ലെങ്കിൽ അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഈ ആയുർവേദ കോളേജുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി നടക്കുന്നുണ്ടോ, നമ്മൾ ഓരോ സ്റ്റാൻഡേർഡ്സ് ഓരോന്നിനും പറയുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യണം, അതൊക്കെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു നിഷ്കർഷ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ അതുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ അവസാന വാക്കാണോ? അതെന്ന് പറഞ്ഞാൽ ഈ നാഷണൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നതാണ് അവസാന വാക്ക്. അപ്പോൾ അവരാണ് ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സാണത്. അപ്പോൾ ആ പ്രോസസ്സിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ്സ് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് ഒരു പ്രോസസ് ഹാൻഡ് ബുക്ക്, ഒരു റെഡി റെക്കനർ പോലെ നമ്മളിതെല്ലാം എങ്ങനെ കൊണ്ടുപോകണം, എന്തെല്ലാമാണ് വേണ്ടത്, എന്തെല്ലാം ചെയ്തിരിക്കണം, എന്തെല്ലാം കോളേജുകാർ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ A to Z കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു ബുക്കാണ് ഈ പ്രോസസ് ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ഇത്രയും ആയുർവേദ കോളേജുകൾ ഓൾ ഇന്ത്യ തലത്തിൽ നമുക്ക് ഏകദേശം 500ഓളം ആയുർവേദ കോളേജ് ഉള്ളതിൽ നിന്ന് നമുക്ക് ഒരു 30 പേരടങ്ങുന്ന ആ ഒരു ടീമാണ് എക്സ്പേർട്ട് കോർ കമ്മിറ്റി ടീം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അതിലെ ഒരു അംഗമാണ് ഞാൻ. വളരെ പ്രധാനപ്പെട്ടൊരു പോസ്റ്റാണത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് താങ്കൾ ഈ സീറ്റിലിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള അനേകം അസോസിയേഷൻസുമായിട്ടും പോസ്റ്റുകളുമായി ബന്ധപ്പെട്ടുമാണ് പ്രവർത്തിക്കുന്ന ഒരാളാണ് വള്ളിക്കാവിലെ പഞ്ചകർമ്മ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടുള്ള താങ്കൾ. അതുകൊണ്ട് തന്നെ മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾ ഏറ്റെടുത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ചും ആയുഷുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള പല കാര്യങ്ങളും താങ്കൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതിലേക്കൊന്ന് നമുക്കൊന്ന് ബ്രീഫായിട്ട് പോകാമോ? തീർച്ചയായിട്ടും. ഈ കോർ കമ്മിറ്റി എക്സ്പെർട്ട് മെമ്പറാന്ന് പറഞ്ഞു, ഈ പറഞ്ഞതുപോലെ പ്രോസസ് ഹാൻഡ് ബുക്കിൻ്റെ. അതുപോലെ തന്നെ എല്ലാ ആയുർവേദ കോളേജുകളിലും എല്ലാ വർഷവും ഇൻസ്പെക്ഷൻ നടക്കാറുണ്ട്. അതായത് ഈ നമ്മുടെ പറയുന്ന മിനിമം സ്റ്റാൻഡേർഡ്സ് എല്ലാം അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ, വെദർ ദ കോളേജ് ഈസ് റണ്ണിങ് പ്രോപ്പർലി, ഇതൊക്കെ അറിയാനായിട്ട് നമ്മളെല്ലാ വർഷവും ഒരു ഇൻസ്പെക്ഷൻ നമ്മുടെ ഈ കൗൺസിൽ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻസ്പെക്ഷൻ ചെയ്യാൻ പോകുന്ന ആ ഒരു ടീമിൻ്റെ മെമ്പറാണ് ഞാൻ. ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് പല കോളേജുകളിലും, ഇന്ത്യയിലെ പല കോളേജുകളിലും നമ്മൾ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് പോകാറുണ്ട്. അപ്പോൾ ആ ഒരു കമ്മിറ്റിയിലെ ഒരു മെമ്പറാണ്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്പെക്ഷൻ പോകുന്ന ഒരാളല്ലേ? എങ്ങനെയുണ്ട് ഇന്ത്യയുടെ ആയുർവേദ കോളേജുകളൊക്കെ സ്റ്റാൻഡേർഡ്? അല്ലേ, ഇത് വന്ന ശേഷം, ഈ ഒരു ഇൻസ്പെക്ഷൻ വന്ന ശേഷം വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് അക്കാഡമിക് തലത്തിൽ നമുക്ക് കാണാൻ പറ്റും. അലോപ്പതി കോളേജുകളും താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യ പഠനം ഏകദേശം നമ്മൾ മുൻപുണ്ടായതിൽ നിന്നും നമ്മുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം, ആയുർവേദ വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് നമ്മുടെ കുട്ടികൾ എത്രത്തോളം മെച്ചപ്പെടുന്നു എന്നുള്ളത് നമുക്കൊരിക്കലും വേറെ ഒരു വിഭാഗം, അതായത് പ്രത്യേകിച്ചും ഈ അലോപ്പതി ഇതുമായിട്ട് നമുക്കൊരു താരതമ്യ പഠനം ഒരുപക്ഷെ സമീപകാലത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഒരു പരിധിവരെ നമുക്ക് അവരോട് കടപിടിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ഉയർത്താനായിട്ട് ഈ ഇൻസ്പെക്ഷനും ഈ NCAS എന്ന് പറയുന്ന ഈ ഒരു അപെക്സ് ബോഡിയും വളരെയധികം സിൻസിയറായിട്ട് വർക്ക് ചെയ്യും. തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് ഗവൺമെൻറ് തലത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആയുർവേദത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഡെവലപ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തേക്കാണ്. അപ്പോൾ ഈ എല്ലാ ഇൻസ്പെക്ഷനും വളരെ വളരെ പങ്ക്ച്വലായിട്ടാണ് അത് നടക്കുന്നത്. ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പം നമ്മൾ ഈ ഇതിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ അടുത്തത് ഞാൻ അതിനകത്തെ ഒരു മെമ്പറാണ്. അതുപോലെ തന്നെ പിന്നെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് അതിൻ്റെ ബോർഡ് ഓഫ് സ്റ്റഡീസിലെ ഒരു മെമ്പറാണ്. അക്കാഡമിക്സ് കാര്യങ്ങളിൽ ഈ സിലബസ് അങ്ങനെയൊക്കെയുള്ള അല്ല, അത് കേരള ഗവൺമെൻറ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് അത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്
ഒരു ഈ നമ്മുടെ ആയുർവേദ കോളേജുകളുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ ഇത് വെച്ചിട്ട് ഓരോരോ സ്കോർ അല്ലെ ഗ്രേഡിങ്. ഇനിയും വരുന്ന ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് സീറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ മിനിമം ഗ്രേഡുകൾ പറഞ്ഞിട്ടുണ്ട്. എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ്, ഡി ഗ്രേഡ് അങ്ങനെയുള്ള. അപ്പം എ ഗ്രേഡ്, A+ അങ്ങനെയൊക്കെയുള്ള ഗ്രേഡുകളിൽ വരുന്നവർക്ക് മാത്രമേ ഇനിയും ഫ്യൂച്ചറിൽ സീറ്റ് ഇൻടേക്ക് കപ്പാസിറ്റി കൂട്ടാനൊക്കത്തുള്ളൂ. അപ്പോൾ ഓരോ ആയുർവേദ കോളേജിൻ്റെയും അവരുടെ പെർഫോമൻസ് അനുസരിച്ച്, നമ്മുടെ ആ ഒരു നോംസ് അനുസരിച്ച് അവരെല്ലാം ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഗ്രേഡ് കൊടുക്കത്തുള്ളൂ. റേറ്റിംഗ് ആണ്. അപ്പോൾ അത് ആ ഗ്രേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത വരും വർഷങ്ങളിൽ ഈ സീറ്റിംഗ് കപ്പാസിറ്റി കൂട്ടുകയൊക്കെ ചെയ്യുക. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ, ഉള്ള സീറ്റും കൂടെ ചിലപ്പം കുറയ്ക്കാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട്. കാരണം അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ മതി. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് 60 ആണ്. ഇപ്പോൾ നമുക്ക് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഗ്രഡേഷൻ വന്നപ്പോൾ നമുക്ക് A ഗ്രേഡ് തന്നെയാണ്, അക്രഡിറ്റഡ് വിത്ത് A ഗ്രേഡ്. അപ്പം നമുക്ക് വരും വർഷത്തിൽ നമുക്കൊരു 100 സീറ്റിലേക്ക് വരാനുള്ള സാധ്യത. ഏറ്റവും കൂടുതൽ സീറ്റുള്ള കോളേജ് ഇപ്പം എല്ലാ കോളേജുകളിലും 60 ആണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇൻക്ലൂഡിങ് ഗവൺമെൻറ് കോളേജസ്. പിന്നെ ഇത് ഇനിയും അപ്ഗ്രേഡിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഗ്രേഡ് വിച്ച് ഈസ് ബീയിങ് പ്രൊവൈഡഡ് ബൈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. കേരളത്തിലെ ഒരു ഡോക്ടർ എത്ര പേർക്കാണ് ഉള്ളത്? ഇപ്പോൾ 1000 പേർക്കോ 10000 പേർ അങ്ങനെ നോക്കുമ്പോഴേക്കും എന്തോ ആയുർവേദ ഡോക്ടർമാരുടെ എണ്ണം എത്രത്തോളം ടോട്ടൽ പോപ്പുലേഷൻ? അല്ല, ഇപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ ഈ അക്കാഡമിക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ കോളേജുകളിൽ നമുക്ക് ഇത്ര ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്ര പ്രൊഫസർ, ഇത്ര അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഇത്ര അസോസിയേറ്റ് പ്രൊഫസർ, ഇത്ര ഇത് വേണം എന്ന് നിഷ്കർഷയുണ്ട്. നമ്മളത് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പെർമിഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. കേരളത്തിൻ്റെ മൊത്തം പോപ്പുലേഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡോക്ടർമാർ എത്ര 1000 പേർക്ക് ഒരു ഡോക്ടർ എന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സീനറിയോയിൽ നമുക്കത് എടുത്ത് എത്ര ആ ഒരു റേഷ്യോ കറക്റ്റായിട്ട് പറയാൻ ചിലപ്പോൾ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കാം. എങ്കിലും നമ്പർ ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഒട്ടും ഇപ്പം അലോപ്പതി ഡോക്ടേഴ്സിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അത്രത്തോളം മോശമല്ലാത്ത രീതിയിൽ ആയുർവേദിക് പോപ്പുലേഷനും വരുന്നുണ്ട്. നമ്പർ ഓഫ് പേഷ്യൻസും അട്രാക്റ്റഡായി ഈ തിരിച്ച് ബാക്ക് ടു ആയുർവേദത്തിലേക്ക് വരുന്ന ആ ഒരു ഫ്രീക്വൻസിയിലും നല്ല സാരമായ വ്യത്യാസം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആ ചോദ്യം കണ്ടപ്പോഴാണ് ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വേറെന്തൊക്കെയാണ് പോസ്റ്റുകൾ വരുന്നത്? ഇനി അടുത്ത അപ്പോൾ ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ ഞാനപ്പോൾ ഈ കോളേജിൽ അസസ്മെൻറ്റ് റേറ്റിംഗ് ബോർഡിലും ഞാനൊരു മെമ്പറാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ആയുർവേദിക് അഫക്ട്സ് ബോഡികളുണ്ട്, ഇതുപോലെ ഈ പറഞ്ഞതുപോലെ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിനകത്തൊക്കെ ഞാൻ ഈ മെമ്പറാണ്. ഒരു ആയുർവേദിക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെന്നുണ്ടെങ്കിൽ NCISM ഇങ്ങനെയൊക്കെയുള്ള ഒരു ഓർഗനൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ലോക്കൽ ഇതുണ്ട്, ഈ ആയുർവേദിക് എഡ്യൂക്കേഷണലായിട്ടും പിന്നെ ആയുർവേദിക് പ്രാക്ടീഷണേഴ്സിൻ്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ ഞാൻ മെമ്പറാണ്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരാൾ എന്ന രീതിയിലും പഞ്ചകർമ്മ ആയുർവേദത്തിൻ്റെ തീർച്ചയായിട്ടും ആയുർവേദം വളരെ പ്രധാനപ്പെട്ട കായകൽപ്പം പോലെയുള്ള മഹത്തായ ട്രീറ്റ്മെൻറ്റ് ശൈലികളൊക്കെ ശീലങ്ങളൊക്കെ ആളുകൾ സ്വപ്നം കാണുന്ന ലോകത്താണ് ചെറുപ്പം നിലനിർത്തുക എന്നൊക്കെ പറയുന്ന. അതോടൊപ്പം മുട്ടുവേദനയും അസുഖവും അതുപോലെ തന്നെ നടുവേദന പോലുള്ള അസുഖങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ പ്രധാനമായിട്ടും ആളുകളുടെ മനസ്സിൽ എപ്പോഴും പഞ്ചകർമ്മയായി ബന്ധപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. കായകൽപ്പം മുതൽ സാധാരണ മുട്ടുവേദന വരെയുള്ള ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയെക്കുറിച്ച് ഒന്ന് പറയാമോ? അതൊരു തികച്ചും കുറച്ച് സമയമെടുത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതായത് ജനങ്ങൾ സാധാരണയായിട്ട് നമ്മളിപ്പോൾ ഈ പഞ്ചകർമ്മ എന്ന് പറയുന്ന ഈ ഒരു പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ഇതാണ് ഈ കായകൽപ്പം. എന്താണ് കായകൽപ്പം? അല്ലെങ്കിൽ പഞ്ചകർമ്മം, അല്ലെങ്കിൽ നമുക്ക് മുട്ടുവേദനയ്ക്ക് പഞ്ചകർമ്മത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ ഒരു ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. തീർച്ചയായും. അപ്പോൾ ഇതിനെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻകൺസൈസ് ഞാനൊന്ന് പറയാം, അതായത് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആയുർവേദത്തിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ്സിനെ 2 രീതിയിൽ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണ്. ബേസിക്കലി നമ്മൾ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് ശമനം എന്ന് പറയും, ഒന്ന് ശോധനം എന്ന് പറയും. ശമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിയേറ്റീവ് കെയർ ബൈ മീൻസ് ഓഫ് ഓറൽ മെഡിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ ശമിപ്പിക്കുന്ന രീതിയിൽ. ഒന്ന് ശോധനം എന്ന് പറയും. ശോധനം എന്ന് പറഞ്ഞാൽ ബയോ പ്യൂരിഫിക്കേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളൊരു ഡീടോക്സിഫിക്കേഷൻ.
അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചകർമ്മം എന്ന് പറയുന്നത്. കാരണം ഈ പഞ്ചകർമ്മം എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ അതിനകത്ത് മെയിൻ 5 പ്രൊസീജിയറുകളാണ് അതിനകത്ത് വരുന്നത് ഈ ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു എന്താണ് മെറ്റബോളിക് വേസ്റ്റ് അങ്ങനെയുള്ള സംഭവത്തിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എക്സ്പെൽ ചെയ്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 5 പ്രൊസീജിയറുകളാണ് അതിന് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ 5ൻ്റെ ആ ഒരു മഹത്വം കൊണ്ടാണ് ഇതിന് പഞ്ചകർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് വമനം, അതായത് മെഡിക്കേറ്റഡ് എന്താണ് MSS എന്ന് പറയും. പിന്നെ പർഗേഷൻ, അതായത് വിരേചനം എന്ന് പറയും, നമ്മൾ വയറ് ഇളക്കി കളയുന്ന ആ ഒരു പ്രൊസീജിയർ. പിന്നെ വസ്തി, മെഡിക്കേറ്റഡ് എനിമ. പിന്നെ നസ്യം, നമ്മൾ മൂക്കിൽ കൂടെ മരുന്ന് ഒഴിച്ചിട്ട് നേസൽ റെയിൻസ്. പിന്നെ ഉള്ളത് രക്തമോക്ഷണം എന്ന് പറയും, അതായത് ബ്ലഡ് ലൈറ്റിങ്. അപ്പോൾ ഈ ഒരു 5 എണ്ണം ആയതുകൊണ്ടാണ് ഇതിനെ പഞ്ചകർമ്മം എന്ന് പറയുന്നത്. അത് പ്യുവർലി ശോധനം എന്ന് പറയാം, അല്ലെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ്പെൽഷൻ തെറാപ്പി എന്നാണ് നമ്മളതിന് ജനറലൈസ് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ മെഡിക്കേഷൻസ് വഴി നമ്മൾ ജസ്റ്റ് പാസിഫൈ ദ കണ്ടീഷൻ. അതാണ് ഈ നമ്മൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞു കഴിയുമ്പോൾ ഈ 2 മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ എല്ലാ കേസിലും നമുക്ക് ഈ പ്യൂരിഫിക്കേഷന് പോകേണ്ട ആവശ്യമില്ല. ചില കേസുകളിൽ ശമനം, അതായത് ഈ പാലിയേറ്റീവ് കെയർ മാത്രം മതിയാവത്തുമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ക്രോണിസിറ്റി ഓഫ് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് പോകുക. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഈ കായകൽപ്പം എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു രസായന ചികിത്സ എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റാണ്. ചെറുപ്പാവോ ആയവരുണ്ട്. അതായത് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഇത് ഒന്നാമത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യിക്കാൻ ഉള്ളവരുടെ അപര്യാപ്തത, നമ്പർ ഓഫ് പേഴ്സൺസ് ഹു ക്യാൻ പെർഫോം ദിസ്. പിന്നെ ഇത് ചെയ്യാനുള്ള ആൾക്കാരുടെ ലഭ്യത, ചെയ്യിക്കാനുള്ള ആൾക്കാരുടെ ലഭ്യത, പിന്നെ ഇതിന് വേണ്ട സാമ്പത്തിക ചെലവ്, പിന്നെ സമയപരിമിതി. സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വളരെയധികം സമയമെടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ കായകൽപ്പ അല്ലെങ്കിൽ രസായന ചികിത്സ എന്ന് പറയുന്നത്. അത് തന്നെ നമ്മളതിന് ഒരു 2 കൺസെപ്റ്റിലാണ് പറയുന്നത്. കുടീപ്രാവേശികം എന്നാണ് ഇതിന് മെയിൻലി പറയുന്നത്. അപ്പോൾ ഈ കുടീപ്രാവേശികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ പേരിൽ നിന്ന് എവിഡൻ്റാ. ഒരു കുടിൽ പോലെ ഒരു സംഭവം കെട്ടി അതിനകത്തോട്ട് പ്രവേശിക്കുക, ഏകദേശം അത്രയും തന്നെ വേണ്ടി. ഒരു കുടിൽ കെട്ടി അതിനകത്തോട്ട് പ്രവേശിക്കുക, പിന്നെ ആളിന് പുറം ലോകമായിട്ടൊരു ബന്ധവുമില്ല. പുള്ളിക്കാരനും കൺസൾട്ടിങ് ഡോക്ടറും മാത്രമായിട്ട് ഒരു സമ്പർക്കം മാത്രമേ ഉള്ളൂ. അതും ആ ഒരു സ്പെസിഫിക് ടൈമിൽ മാത്രമേ ഉള്ളൂ. എപ്പോഴും ഒന്നും കാണാനും വർത്തമാനം പറയാനും അന്തരീക്ഷമായിട്ട് ഒരു ബന്ധവും ഇല്ല. അങ്ങനെയുള്ളൊരു പ്രത്യേക ട്രീറ്റ്മെൻറ്റാണത് ഈ കുടിപ്രാവേശികം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരിക്കുന്നവർ തന്നെ വളരെ കുറവാണ്. പക്ഷേ കഴിഞ്ഞവരെല്ലാം വളരെ ഇതായിട്ട് നമുക്ക് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ നമ്മൾ മറ്റുള്ള ചികിത്സകളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ മിനിമലായിരിക്കും. ഇല്ല. ഞാൻ അക്ഷരാർത്ഥത്തിൽ നമ്മളിത് നല്ല രീതിയിൽ ക്ലാസിക്കലായിട്ട് ചെയ്യുന്ന എവിടെങ്കിലും നിന്നിതോ ആദ്യം ഇതൊന്ന് കാണണമെന്നുണ്ട്. അതിന് പോലും നമുക്ക് ചാൻസുകൾ കിട്ടുന്നില്ല. കാരണം അത്ര റെയർലി പ്രാക്ടീസ്ഡ് ആണ്. അപ്പോൾ അതൊരു പിന്നെ നമുക്ക് വളരെ മനുഷ്യൻ്റെ പുരു മുതലുള്ള പുരാണ കഥകളിലുള്ള തീർച്ചയായിട്ടുണ്ടല്ലോ നമ്മുടെ അതുപോലുള്ള ഒരു മനുഷ്യന്റെ സ്വപ്നമാണ് ചെറുപ്പത്തിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഡ്രീം അതാണ്. ആ ഡ്രീം നമുക്ക് മാറ്റി വെച്ചുകൊണ്ട് പ്രാക്ടിക്കലി വരുമ്പോൾ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട സൈഡ് എഫക്ട്സ് കുറഞ്ഞ, അതോടൊപ്പം തന്നെ ബ്ലഡ് സർക്കുലേഷനും അതോടൊപ്പം മറ്റ് പല ട്രീറ്റ്മെൻറ്റുകൾക്കും നിന്നും പുറത്ത് വരാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ് പഞ്ചകർമ്മ എന്ന് പറയുന്നത്. എത്രത്തോളം എഫക്റ്റീവാണ്, എത്രത്തോളം അതിനോടുള്ള ജനങ്ങളുടെ താല്പര്യമുണ്ട്. പൊതുവെ ആയുർവേദത്തിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ മെഡിസിനേക്കാളും കൂടുതൽ പഞ്ചകർമ്മയാണെന്ന് ചിലപ്പോഴൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് കടന്നു വരാം. എൻ്റെ അഭിപ്രായം 100% ശരിയാണോ അല്ല എങ്ങനെയാണ് അതിനൊക്കെ? സാർ പറഞ്ഞതിനകത്ത് വളരെ കാര്യമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കറണ്ട് ട്രെൻഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നേരത്തെ നമുക്കിത് പറഞ്ഞ് ആൾക്കാരെ മനസ്സിലാക്കണമായിരുന്നു എങ്കിൽ ഇന്ന് ആൾക്കാർ ഇത് അറിഞ്ഞ് അത് മനസ്സിലാക്കി അതിൻ്റെ ഗുണം അറിഞ്ഞ് പഞ്ചകർമ്മം ചെയ്യാനായിട്ട് വരുന്നവരാണ് ഒരു പരിധി വരെ. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ അമൃത ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ പഞ്ചകർമ്മയിലേക്ക് വരുന്നത് തന്നെ എനിക്കിത്ര ദിവസം ഉണ്ട്, ഇതിനുള്ളിൽ എനിക്ക് പഞ്ചകർമ്മം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അവർ വരുന്നത് തന്നെ. അപ്പം നമ്മൾ അവരോട് കാര്യം പറഞ്ഞു. കാരണം അവർക്ക് പഞ്ചകർമ്മം എന്നൊരു ടേം മാത്രമേ അറിയത്തുള്ളൂ, അതിനകത്തെ കുറച്ച് പ്രൊസീജിയറുകൾ മാത്രമേ അറിയത്തുള്ളൂ. ഈ ചെറിയൊരു ടൈം ഗ്യാപ്പിനുള്ളിൽ അവർക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ 10 ദിവസത്തേക്ക് വരുന്നവരുണ്ട്, 2 ആഴ്ചത്തേക്ക് വരുന്നവരുണ്ട്, 3 ആഴ്ചത്തേക്ക് വരുന്നവരുണ്ട്, 4 ആഴ്ചത്തേക്ക് വരുന്നവരുണ്ട്. അപ്പോൾ ഈ 10 ദിവസത്തേക്ക് വരുന്നവർ പഞ്ചകർമ്മം ചെയ്യണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക്
ഒരു കാരണവശാലും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും ക്യാപ്സൂൾ രൂപത്തിൽ കൊടുക്കുന്നില്ലേ? ഒരിക്കലും നമുക്ക് അങ്ങനെ ചെയ്യാൻ ക്യാപ്സൂൾ രൂപത്തിൽ നമുക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റ്സും നമുക്ക് നമുക്ക് ഈ സെറ്റ് ഓഫ് പ്രൊസീജിയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ യോഗ വരെ പലരും ക്യാപ്സൂൾ രൂപത്തിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സാറേ, ഇതിന് ഈ പഞ്ചകർമ്മം എന്ന് പറയുന്നതിന് പ്രൊസീജിയർ എന്ന് പറയുന്ന ഈ 5 കർമ്മം മെയിൻ മാത്രമാണ്. ഇതിന് മുന്നോടിയായിട്ടും കുറച്ച് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്, ഇതിന് ശേഷവും കുറച്ച് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം പൂർവ്വമായിട്ട് ചെയ്യുന്നതിനെ പൂർവ്വകർമ്മങ്ങളെന്ന് പറയും, പ്രിപ്പറേറ്ററി പ്രൊസീജിയേഴ്സ് എന്ന് പറയും. പിന്നെ നമ്മൾ ശേഷം ചെയ്യുന്നതുകൊണ്ട് അതിനെ പശ്ചാത്കർമ്മം, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ പ്രൊസീജിയർ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തിടത്തോളം നമ്മളൊരു പഞ്ചകർമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഗുണത്തിനെക്കാട്ടി കൂടുതൽ നമ്മൾ ദോഷങ്ങളായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമ്മളിത് കൺവിൻസ് ചെയ്യുക, വരുന്നവരെ ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അപ്പോൾ വന്നിരിക്കുന്ന ഏതൊരു കാര്യത്തിനാണോ, ഇപ്പോൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷനായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ ഒരു കണ്ടീഷന് ആപ്റ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു ഔട്ട് ഓഫ് ദിസ് 5 നമ്മളതിൽ ഏതെങ്കിലും, പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ ഒരു സ്പെസിഫിക് ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ കൊണ്ട് നല്ലൊരു എഫക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ വിത്തിൻ ദാറ്റ് 10 days ഓൺലി വി വിൽ പ്രിഫർ ദിസ്. അത് എത്രത്തോളം പെർസെൻറ്റേജ്, എത്ര 100% ഒന്നും ഒരു 1 സിറ്റിങ്ങിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സീക്വൻ്റ് ആയിട്ട് കുറച്ച് സമയം കൂടെ നമ്മൾ ആ ഒരു ഔഷധങ്ങൾ കഴിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഇത് പറഞ്ഞ് നമ്മളൊരു പാത്രം നമ്മൾ കഴുകുന്നു, പാത്രം നമ്മൾ സോപ്പിട്ട് കഴുകിക്കഴിഞ്ഞാൽ നമ്മളിത് ഫുള്ളാക്കി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇരിക്കുമല്ലോ. പിന്നെ നമ്മൾ ഫ്രഷ് വാട്ടർ ഇട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ക്ലീൻ ആവത്തുള്ളൂ. അത്രയും സമയം കിട്ടില്ല, ചുരുക്കമല്ലേ? അത്രയും സമയം നമ്മളൊരു 10 ദിവസത്തേക്ക് വരുന്നവർക്ക് നമുക്ക് കൊടുക്കാനില്ല. നമുക്ക് അത്രയും അപ്പം ഈ ഫുൾ പ്രൊസീജിയർ കോഴ്സ് ഡോക്ടർക്ക് പറയാനുണ്ടാവുക അതിൻ്റെ ടൈമിലെടുത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എപ്പോഴും. അല്ല, അവർ റെഡി ആയിരിക്കും. കാരണം നമ്മുടെ അവിടേക്ക് വരുന്നത്, നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ എപ്പോഴും പുറത്തേക്ക് പോയി കഴിയുമ്പം ഹീ ഷുഡ് ബി വെൽ സാറ്റിസ്ഫൈഡ് വിത്ത് ദ ട്രീറ്റ്മെൻറ്റ് വാട്ട് വി ഹാവ് ഡൺ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം നമ്മുടെ അടുത്തേക്ക്. അപ്പം നമ്മൾ അവരോട് പറയുക ഇന്ന ലിമിറ്റേഷൻസ് ഉണ്ട്, ഇത്ര ദിവസമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഇന്ന ട്രീറ്റ്മെൻറ്റ്സേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് അവർ പിന്നീട് ഇതിനായിട്ട് വരുന്നു. ഡോക്ടർ KP നമ്പൂതിരിയുടെ പേഷ്യൻസ് ഒക്കെ റഫറൽ ആയിട്ടാണോ വീണ്ടും വരുന്നത്? പലയിടത്തുനിന്ന് റെഫറൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മളെ കാണാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഇതെല്ലാം ഒരു പേഷ്യൻ്റ് ഡോക്ടർ റിലേഷനാണ്. അതായത് നമ്മളെ വിശ്വസിച്ച് വരുന്ന ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ആദ്യം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഈ പഞ്ചകർമ്മം ഫുള്ളി ഒന്നും അദ്ദേഹത്തിന് അപ്ലിക്കബിൾ അല്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ആശ്വാസം കിട്ടത്തക്കതായിട്ടുള്ള എന്തെല്ലാം ചികിത്സകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ നമ്മുടെ പഞ്ചകർമ്മ എന്ന് പറയുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് ഈ എന്തൊക്കെ ചികിത്സാ രീതികളും എന്തൊക്കെ അസുഖങ്ങൾക്കാണ് അതിന് ഗുണകരമാകുന്നത് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോകും. നമുക്ക് അടുത്ത ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിനെയും ഒക്കെ നമ്മൾക്ക് ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ഒരു പ്രായമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്ധികളുടെ പ്രോബ്ലം പ്രായം തന്നെയാണ് പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സന്ധിഗത രോഗങ്ങളാണ് ഇപ്പം നമ്മളെ കൂടുതലായിട്ടും നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് ഈ സീസൺ വലിയൊരു പ്രശ്നമാണ്, പിന്നെ വരുന്നവരുടെ പ്രായം ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവരുടെ ഒരു ആഗ്രഹം അവരുടെ ശിഷ്ടകാലം വേറെ ആരുടെയും ആശ്രയിക്കേണ്ടി വരരുത്. പക്ഷേ അവർ നടന്നു വരുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു വേദനയാണ്. അപ്പോൾ അവർക്ക് വിത്തിൻ എ ഷോർട്ട് ടൈം നമുക്ക് ഏതൊക്കെ രീതിയിൽ, പ്രത്യേകിച്ചും ഈ വാദത്തിൻ്റെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമെങ്കിലും നമുക്ക് ഈ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം സാധാരണയായിട്ട് നമ്മൾ ജനറലൈസ് ചെയ്തങ്ങ് പറയും സന്ധിവാദം എന്ന് പറയും. ഇതിനകത്ത് തന്നെ ഈ സന്ധിവാദത്തിൽ തന്നെയും നമുക്കിതിനകത്ത് ഒത്തിരി കാറ്റഗറി ഉണ്ട്. ആമവാദമുണ്ട്, സന്ധിവാദമുണ്ട്, വാതരക്തമുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ്. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മൾ ഏറെക്കുറെ വ്യത്യസ്തങ്ങളാണ് ചികിത്സകൾ. എല്ലാം ഒരു സന്ധികളെ ബാധിക്കുന്നതാണെങ്കിൽ തന്നെയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ അതിനകത്ത് ചെറിയൊരു വ്യത്യാസങ്ങൾ എല്ലാത്തിനകത്തും വരും. അപ്പോൾ നമ്മുടെ രോഗി നമ്മുടെ മുമ്പിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എത്രത്തോളം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് എത്രത്തോളം അതിനകത്ത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മുടെ വിജയം. ഈ സ്വാഭാവികമായിട്ട് ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ അലോപ്പതിയോ അത്തരത്തിലുള്ള
മെഡിസിൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പം പ്രത്യേകിച്ചും ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ഷുഗർ തുടങ്ങിയ അതിൻ്റെ മെഡിസിൻ ഉണ്ടല്ലോ. അപ്പോൾ ആ മെഡിസിനൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് ഈ മെഡിസിൻ പ്രത്യേകിച്ചും പഥ്യവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പല നിർബന്ധങ്ങളും ഉള്ളതാണ് ആയുർവേദം? വളരെ പ്രസക്തമായൊരു ചോദ്യം സാറ് ചോദിച്ചത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ അതൊക്കെ വളരെ സെൻസിറ്റീവായിട്ടുള്ള മെഡിസിൻസാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ്റെ മെഡിസിൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ സ്ട്രോക്ക് വരെ വരാം. അതുപോലെ എന്തെങ്കിലും കാർഡിയോവാസ്കുലർ ഡിസീസിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മേ ബി ഫേറ്റൽ, വളരെ അപകടകരമാവും. പിന്നെ വളരെയധികം സെൻസിറ്റീവായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും പാർക്കിൻസൺസ് പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾക്ക് സിൻഡോപ്പ പോലെയുള്ള മെഡിസിൻസ് കഴിക്കുന്നവരുണ്ടാവാം. അതൊക്കെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമാവത്തില്ല. അപ്പം നമ്മളെന്താണ്, ഡ്രഗ് ടു ഡ്രഗ് ഇൻ്റർഫറൻസ് വരാത്ത രീതിയിൽ നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഈ സെൻസിറ്റീവായിട്ടുള്ള മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഒരു റിസ്കി ഫാക്ടറാണ്. അപ്പോൾ അതിൽ ഓൾട്ടർ ചെയ്യാത്ത രീതിയിൽ നമ്മുടെ ഇൻറ്റേർണൽ മെഡിസിൻസ് അതിനനുസരിച്ച് ടൈം ഗ്യാപ്പ് വെച്ചിട്ട് കൊടുക്കുക. അപ്പോൾ സൈഡ് എഫക്ട്സും അതോടെ തന്നെ അതിൻ്റെ എഫക്റ്റീവും സാധ്യതയും കുറയാൻ ഒക്കെ ഉണ്ടാവുമല്ലേ, റിയൽ എഫക്റ്റ് കിട്ടാത്ത രീതി? ഇല്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അവോയ്ഡ് ചെയ്യിക്കാൻ പറ്റുന്ന കുറച്ച് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആയുർവേദത്തിൽ തന്നെ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന ഗുഗുലു കൽപ്പന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെഡിസിൻസ്, കഷായങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈലി എഫക്റ്റീവായിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി അനാൾജസിക് എഫക്റ്റ് തന്നെ കിട്ടുന്നതാണ്. അതിനെ ഒരുപക്ഷെ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റിയേക്കും, അല്ലെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു പാരലൽ സൊല്യൂഷൻ ആകാൻ പറ്റിയേക്കും നമ്മുടെ മെഡിസിൻ. പക്ഷേ ഒരിക്കലും ഒരു ഹൈപ്പർ ടെൻഷൻ കേസിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാർഡിയോവാസ്കുലർ കേസിലോ കഴിച്ചുകൊണ്ടിരിക്കുന്ന എക്കോസ്പിരിൻ പോലെയുള്ള സെൻസിറ്റീവായിട്ടുള്ള മെഡിസിൻസിനെ ബൈപ്പാസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുപോലെ ഈ മെഡിസിൻസിൻ്റെ കാര്യങ്ങൾ, ആയുർവേദത്തിലെ മെഡിസിൻസിൻ്റെ ഇതൊക്കെ വളരെ R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൊക്കെ വളരെയധികം സ്പെൻഡ് ചെയ്തിട്ടുള്ള മെഡിസിൻസാണ്. അതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൊക്കെയുള്ള വലിയൊരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ആയുർവേദ മെഡിസിൻസ് കൊടുക്കുന്നത്? തീർച്ചയായിട്ടും. സൈഡ് എഫക്ട്സ് പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യനെ അലട്ടുന്ന പ്രശ്നങ്ങളിലൊന്ന് കിഡ്നി, ലിവർ തുടങ്ങിയിട്ടുള്ള പ്യൂരിഫൈങ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പലപ്പോഴും അത് ക്രിയാറ്റിൻ ലെവൽ കൂടുന്ന അവസ്ഥയും കിഡ്നിയുടെ ലിവറിൻ്റെ മറ്റ് ഫങ്ഷനിങ് പ്രോബ്ലം ഒക്കെ, ഇതിനൊക്കെ എഫക്റ്റ് ചെയ്ത് സൈഡ് എഫക്ട്സ് ഇല്ലാത്ത രീതിയിലേക്ക് ആയുർവേദ മെഡിസിൻ എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രത്യേകിച്ച് മോഡേൺ രീതിയിലുള്ള മെഡിസിൻ ആ രീതി തന്നെയാണോ ഡോക്ടർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതായത് അതിനും പറയാം സാറേ. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് ഇപ്പം ടോക്സിസിറ്റി ഇല്ല എന്ന് പറഞ്ഞ് അങ്ങ് ബ്ലൈൻഡായിട്ട് പറയാൻ പറ്റില്ല. നമ്മുടെ ഇതിനകത്തുണ്ട് ഒരു പ്രത്യേക വിഭാഗം മെഡിസിൻ ഉണ്ട്, ഹെർബോ മിനറൽ പ്രിപ്പറേഷൻസ്. അതിനകത്ത് ഈ മെറ്റൽ കണ്ടൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഹെവി മെറ്റൽസിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അതൊരു ടോക്സിൻ തന്നെയാണ്. പക്ഷേ ഇതിനെല്ലാം സ്റ്റാൻഡേർഡ് പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് പറയുന്നുണ്ട്. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് ഹാംലെസ്. ഇഫ് ദ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ്, നമ്മളൊരു മെറ്റലിന് വേണ്ട പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ട് ചെയ്തില്ല എങ്കിൽ ദാറ്റ് വിൽ ബി ഹാംഫുൾ. അപ്പോൾ നമ്മുടെ റെഗുലർ പ്രാക്ടീസിൽ എന്ന് പറഞ്ഞാൽ കഴിവതും ഇങ്ങനെയുള്ള ഈ മെറ്റൽ കണ്ടൻറ്റ് ഉപയോഗിക്കുന്ന മെഡിസിൻസ് കഴിവതും നമ്മൾ യൂസ് ചെയ്യാറില്ല. അത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നു, നമ്മൾ കാലികമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൊളോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എന്ന് പറയുന്ന പോലെ കിട്ടിയാൽ ഒന്നില്ലെങ്കിൽ ഇപ്പുറത്തോട്ട് അല്ലെങ്കിൽ അപ്പുറത്തോട്ട്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ പേഷ്യൻറ്റിന് ഈ മരുന്ന് കൊടുത്താൽ പേഷ്യൻറ്റിൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഡോക്ടർ ഈ ഒരു കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് പറയുന്ന ഇത് പറയുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു ഏരിയയാണ് മനുഷ്യ ശരീരം എന്ന് പിന്നെ പ്രസിദ്ധമായ ഒരു എഴുത്തുകാരി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബൽസല എന്ന് പറഞ്ഞ എഴുത്തുകാരി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോക്ടർ പ്രകോപിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്, ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിനൊക്കെ ഈ ഒരു ഫ്ലൂക്കിൽ അങ്ങ് രക്ഷപ്പെട്ടു പോകുന്നതാണോ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ? ആയുർവേദത്തെ മാത്രമല്ല ഞാൻ പറയുന്നു, മറ്റു പലതൊക്കെ പലപ്പോഴും അലോപ്പതി അങ്ങനെയാണ് പറയുന്നത്, ഈ ആൾട്ടർനേറ്റീവ് മെഡിസിൻ ശാസ്ത്രീയമല്ല അശാസ്ത്രീയമാണെന്നാണ്. ഞാൻ ഇത് പറഞ്ഞാൽ ഡോക്ടർ എന്നോട് ഒരിക്കലും ഇല്ല. കാര്യം എൻ്റെ ഒരു ലിമിറ്റേഷൻ എനിക്കറിയാം. അതുപോലെ എല്ലാ സയൻസ് ഈസ് നോട്ട് കംപ്ലീറ്റ്. ഇപ്പോൾ അലോപ്പതി മെഡിസിനും അവരുടേതായ ഒരു ലിമിറ്റേഷനുണ്ട്, എനിക്ക് എൻ്റേതായ ലിമിറ്റേഷനുണ്ട്. അതുപോലെ എല്ലാ സയൻസിനും അതിൻ്റേതായ ലിമിറ്റേഷനുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്തേക്കൊരു പെട്ടെന്നൊരു MI പേഷ്യൻ്റ്, ഒരു ഹാർട്ട് അറ്റാക്ക് വന്നൊരു പേഷ്യൻ്റ് എൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഐ ആം ഹെൽപ്ലെസ്. അപ്പോൾ അതുപോലെ തന്നെ ചില കേസുകളിൽ
ഈ ഈവൻ മോഡേൺ ഡോക്ടേഴ്സ് തന്നെ പറയും ബെറ്റർ വാട്ട് ആൾ ആർ ദ തിങ്സ്, നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ടോ അതെല്ലാം ആയിരിക്കുകയാണ് ബെറ്റർ. അതായത് ഏതെങ്കിലും ആയുർവേദമോ അല്ലെങ്കിൽ ഏതെങ്കിലും അതർ ഹോമിയോപ്പതിയോ അല്ലെന്നുണ്ടെങ്കിൽ സാമുൽ ഹാനിമാൻ പറയുന്നത് പോലെ നേർപ്പിക്കും തോറും വീര്യം കൂടുന്നു. അതിൻ്റെ ആ ശാസ്ത്രീയ വശങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു വിജയം, അതായത് ചില കേസുകളിൽ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വിജയിച്ചു പോകുന്നുണ്ട്. നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ എന്നെ കൊണ്ട് പറ്റാത്ത ഞാൻ തന്നെ എൻ്റെ പേഷ്യൻറ്റിനോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. കുട്ടികൾക്കൊക്കെ പലപ്പോഴും യെസ് ഓഫ് കോഴ്സ് പലരും ഞാൻ പറയാറുണ്ട് എപ്പോഴും ഹോമിയോ മരുന്നായിരിക്കും ഈ ഒരു കണ്ടീഷനിൽ ബെറ്റർ. ഈ ഒരു കോൺഫറൻസിൽ ഞങ്ങൾ അലോപ്പതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും അത് ആ ഒരു രീതിയിലല്ലാത്ത മറുപടി കിട്ടാറുണ്ട്. പക്ഷേ ഡോക്ടറുടെ എക്സ്പീരിയൻസിൽ ഡോക്ടറിൽ നിന്ന് ഇപ്പോൾ അതുപോലെ തന്നെ പിന്നെ തമിഴ്നാട്ടിലൊക്കെയുള്ള ചില സിദ്ധ മെഡിസിൻ, അതുപോലെ തന്നെ യുനാനി, അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകളുണ്ട്. അപ്പോൾ ഡോക്ടർ അതിനോടൊക്കെ വളരെയധികം യോജിച്ച് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ സാറേ, അതായത് നമുക്ക് ഒരു ശാസ്ത്രവും കംപ്ലീറ്റ് അല്ല. നമ്മുടെ ലിമിറ്റേഷൻ നമ്മൾ അറിയുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാത്തിലും ഇപ്പം മോഡേൺ മെഡിസിൻ തോറ്റ എത്രയോ കേസുകൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തോറ്റ എത്രയോ കേസുകൾ മോഡേണിൽ അവരെത്രയോ പെട്ടെന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരിക്കലും സമാന്തരമാണല്ലേ. എപ്പോഴും ഇതെന്ന് പറയുന്നത് നമ്മൾ വാട്ട് ഈസ് ദ സഫറിങ് ഓഫ് ദ പേഷ്യൻ്റ്, ആ പേഷ്യൻറ്റിൻ്റെ അനുഭവത്തിൽ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ മാത്രം നമ്മൾ എടുക്കുക. തീർച്ചയായും നമ്മളിത് എല്ലാം കൂടെ നമ്മളെ കൊണ്ട് ചികിത്സിച്ച് മാറ്റാം എന്ന് നമ്മൾ വേഗമായിട്ട് പറയാതെ നമ്മുടെ കോൺഫിഡൻറ്റ് ലെവലിനകത്തുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളത് ട്രീറ്റ് ചെയ്യുക. അങ്ങനെയാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയുന്നത് അപ്പൻഡിസൈറ്റിസുമായിട്ട് എൻ്റെ അടുത്തോട്ടൊരു പേഷ്യൻ്റ് ഓടി വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും അവിടെ ചെയ്യാനില്ല. അത് തീർച്ചയായും. അതേസമയം ഈവൻ ഫിസിഷ്യൻസിന് പോലും ഒന്നും ചെയ്യാനില്ല, ഒള്ളി സർജൻസിനെ ചെയ്യാനുള്ളൂ. സർജൻസിനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ പിന്നെ നമ്മുടെ പിന്നെ ചരകൻ്റെയും ചരക സംഹിത, ശുശ്രുതൻ്റെ ശുശ്രുത സംഹിത, അഷ്ടാംഗ ഹൃദയം, വാഗ്ബടാനന്ദൻ്റെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു ശാസ്ത്രശാഖ ആയുർവേദത്തിലുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇപ്പം ശല്യതന്ത്രം അല്ലേ അങ്ങനെയല്ല സർജറിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ സാർ ഇതിനകത്ത് കുറച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. എല്ലാ ഏരിയയിലും പറയുമ്പോഴും നമ്മൾ അതിലേക്ക് കിടക്കണമല്ലോ. അപ്പോൾ എങ്ങനെ ഇപ്പം നേരത്തെ സർജറി പറഞ്ഞപ്പോഴാണ് ഞാൻ ശല്യതന്ത്രത്തെ കുറിച്ച് പോകുന്നത്. എങ്ങനെ എത്രത്തോളം ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ആയുർവേദത്തിൽ? നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു പരിധിവരെ ഈ അലോപ്പതി യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഒരു ആയുർവേദ ഡോക്ടറിനെ സംബന്ധിച്ച് അലോപ്പതി മെഡിസിൻ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അനുവദനീയമല്ല. മറിച്ച് ഇന്ത്യയുടെ പല ഭാഗത്തും എല്ലാ സർജറികളും ചെയ്യുന്ന ആയുർവേദ ഡോക്ടേഴ്സ് തന്നെയാണ്. അങ്ങനെ അവർക്ക് ഒരു ലിമിറ്റേഷൻ ഇല്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഏരിയയിലേക്ക് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫിഷറിനേനോ ഫിസ്റ്റുലൈനേനോ ഇങ്ങനെയൊക്കെയുള്ള ഈ കേസുകളൊക്കെ വളരെ സക്സസ്ഫുള്ളി മാനേജ് ചെയ്യുന്നുണ്ട്. കോണ്, വാട്സ്, ഇതെല്ലാം കോട്ടറൈസേഷൻ വഴി ഇതെല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പെട്ടെന്ന് വരുന്ന ഈ എമർജൻസി കേസുകളിലേക്ക് വേണ്ടതായിട്ടുള്ള ഈ മാനേജ്മെൻറ്റ്, ഇമ്മീഡിയറ്റ് മാനേജ്മെൻറ്റും ഒക്കെ കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഇപ്പോൾ ഒരു സർജറി വിഭാഗത്തിൽ അതവർ മാക്സിമം വിത്തിൻ ദ ലിമിറ്റ് അത് ചെയ്യുന്നുണ്ട്. അതൊരു ഡെവലപ്മെൻറ്റാണ്. പിന്നീട് നമുക്ക് ഇനിയും വരുന്ന കാലങ്ങളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു അനുകൂലാവസ്ഥയും നമുക്ക് മെഡിസിൻ്റെ യൂസബിലിറ്റിയൊക്കെ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു പെർമിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യും. കാരണം ഇതേ ആയുർവേദ ശാസ്ത്രം പഠിച്ചവർ തന്നെ മോഡേൺ ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് ചെയ്തിട്ട് പല മോഡേൺ ഹോസ്പിറ്റലുകളിലും ആയുർവേദ ഡോക്ടേഴ്സ് തന്നെ സർജറി ചെയ്യുന്നവരുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ യു ആർ മോർ ദാൻ എ സർജൻ, ആ രീതിയിലാണ് വരുന്നത്. കാരണം അവർക്കത് ചെയ്യാൻ പെർമിഷനുണ്ട്, നമുക്കതില്ല കേരളത്തിൽ പ്രത്യേകിച്ച്. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് പോളിസിയിലൊക്കെ മാറ്റം വന്ന്, പക്ഷേ അന്നേരവും നമുക്ക് എക്സ്പെർട്ടൈസ്ഡ് ആവണം. അല്ലാതെ നമ്മൾ ചെറിയ ഒരു ഇത് മാത്രം ചെയ്തുകൊണ്ട് നമുക്കൊരു സർജനാണെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. വി ഷുഡ് ബി എക്സ്പെർട്ട്. ഈ 2000 നേരത്തെ പറഞ്ഞ പോലെ ചരകൻ്റെ ആയി ബന്ധപ്പെട്ട 2000 വർഷത്തെ ചരിത്രം ഉണ്ടായിരുന്നു. വലിയ ചരിത്രമാണ് അത് തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ നിന്നും ഈ മോഡേൺ അവസ്ഥയിലേക്ക് 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുന്ന ആയുർവേദത്തിൻ്റെ വളർച്ച എത്രത്തോളം വളർന്നിട്ടുണ്ട്, ഇനി എന്തൊക്കെ ആയുർവേദത്തിൽ നടക്കണം എന്നുള്ള ഒരു ചോദ്യത്തോട് നമുക്ക് ഇന്നത്തെ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് അവസാനിപ്പിക്കാം. ആയുർവേദം എത്രത്തോളം ജനങ്ങൾ സ്വീകരിക്കണം, അത് സ്വീകരിക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ, അതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ആൻസർ ഡോക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് എപ്പോഴും ഈ ചരക സംഹിത അല്ലെങ്കിൽ ഈ സുശ്രുത സംഹിതയൊക്കെ വായിക്കുമ്പോൾ
എനിക്കെപ്പോഴും തോന്നാറുള്ള ഈ ആചാര്യന്മാരുടെ ആ ഒരു നമ്മൾ പറയത്തില്ലേ ദീർഘവീക്ഷണം അല്ലെങ്കിൽ ഫാർ സൈറ്റ്നസ് അല്ലെ ഫോർ സൈറ്റ്നസ് ഇതൊക്കെ നമുക്ക് പറയാം എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് ചെറിയ 1-2 ഉദാഹരണങ്ങൾ പറയാം സാറേ. അതായത് നമ്മളിപ്പോൾ ചരക സംഹിത എടുത്തു നോക്കുമ്പം ആൾക്കാർ പറയും 2000 മുമ്പുള്ള സാധനമാണ്, ഇപ്പം എന്ത് റിലവൻസ് ആണ് ഇപ്പോൾ കറണ്ട് സീനറിയിലുള്ളത്. അപ്പോൾ ഞാൻ നമ്മുടെ ഒരാളോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊറോണ വന്നു, ഹൗ വിൽ യു എക്സ്പ്ലെയിൻ ഇൻ ടേംസ് ഓഫ് ആയുർവേദ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ഒരിക്കലും ഇറ്റ് ഈസ് നോട്ട് ദ മിസ്റ്റേക്ക് ഓഫ് അവർ ആചാര്യാസ്, നമ്മൾ ഹൗ വി ഇൻ്റർപ്രറ്റ്, നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിനകത്താണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോസ്കോപ്പിക് ഇതെടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് ഇത് പറയുന്നത് വൈറസാണ്. എന്താണ് വൈറസിൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ഇൻവിസിബിൾ, ഇറ്റ് ഈസ് പെർസീവ്ഡ് ബൈ മീൻസ് ഓഫ് ഇറ്റ്സ് ആക്ഷൻ. അതിൻ്റെ ആക്ഷനിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ വൈറസ് കടന്നിട്ടുണ്ട് അല്ലെങ്കിൽ വൈറസിൻ്റെ ചെയ്തികളാണ് ഇതെല്ലാം എന്ന്. അത് തന്നെ നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അദൃഷ്ടോ വ്യക്തകർമ്മശ്ച. അദൃഷ്ടനാണ്, പക്ഷേ കർമ്മങ്ങളിൽ കൂടെ തീർച്ചയായിട്ടും വ്യക്തമാണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പേ സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു റിഗാർഡിങ് ഈ ആർത്രൈറ്റിസ് കേസുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഏരിയ ഒരു ബ്രോഡ് സ്പെക്ട്രമായിട്ട് നമുക്ക് എടുക്കാം. അതിനകത്ത് ഇപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന ആമവാദം എന്ന് പറയുന്നുണ്ട്, സന്ധിവാദം എന്ന് പറയുന്നുണ്ട്, അങ്ങനെ വാതരക്തം എന്ന് പറയുന്നുണ്ട്, ക്രോഷ്ടുക ശീർഷം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ സംസ്കൃതം ടേംസാണ്. അപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ കൂടുതൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ മോഡേൺ ടേംസിൽ ഒത്തിരി അധികം ഇത് പറയുന്നുണ്ട്. അതായത് റെയ്നോൾഡ്സ് ഫിനോമിനോൺ പറയുന്നുണ്ട്, ഈ ജോഗ്രൻ സിൻഡ്രോം പറയുന്നുണ്ട്, അങ്ങനെ സൈനോവൈറ്റിസ് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പുതിയ നല്ല അങ്ങനെ കുറേ ഇത് മോഡേൺ സയൻസിൽ പറയുന്നുണ്ട്. അതിനെയൊക്കെ ഈ 10,000-2000 കൊല്ലം മുമ്പേ എഴുതിയ ആചാര്യൻ എങ്ങനെ വ്യക്തമായിട്ട് പറയുന്നു. അതായത് ഈ ഒരു വാതരക്തത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ ഈ ക്രിപ്ലിംഗ് ഡിഫോമിറ്റീസ് എന്ന് പറയുന്ന, അതായത് സ്വാനക് ഡിഫോമിറ്റി, വിരൽ അങ്ങോട്ട് വളയുക ഇങ്ങോട്ട് വളയുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ധമന്യങ്കുലീനാംച സങ്കോചം എന്താണ് വക്രീകരോതി വേഗവത്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞിട്ട് അതായത് ഈ വായു എന്ന് പറയുന്ന സാധനം ആയുർവേദത്തിന്റെ ആ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആണ്. പക്ഷെ ഡെവലപ്മെന്റ് എങ്ങനെ റിസർച്ച് R&Dയിൽ എത്രത്തോളം ഇപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്ത് തന്നെ നല്ല രീതിയിൽ, അതായത് ഈ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഷായം കുടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഈ കഷായത്തിൻ്റെ കൂടെ കുറേ അനുപാനം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ എവിടോട്ടെങ്കിലും ഒരു യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ പണ്ടുള്ള ആൾക്കാർ പോകുന്ന നമുക്കറിയാം, ഒരു സഞ്ചി കഷായം അങ്ങനെ മരുന്നുകളുടെ ഒരു സഞ്ചി എടുത്തുണ്ട്. ഇന്ന് ഈ R&Dയുടെ ഭാഗമാണ് ഇന്നീ കാണുന്ന ക്യാപ്സൂളുകൾ, ആയുർവേദത്തിൻ്റെ ക്യാപ്സൂളുകൾ, ടാബ്ലറ്റ്, ദാറ്റ് ഓൾസോ അതെല്ലാം വളരെ ഇപ്പോൾ സ്റ്റെറോയിഡ് കൂടാൻ സാധ്യതയില്ല. സ്റ്റെറോയിഡ് ഇപ്പോൾ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് സാറേ. ഇപ്പം നമുക്ക് ചുമ്മാതെ ഈ ആൾക്കാർ ജസ്റ്റ് അങ്ങ് പറയുകയാണ്, അതായത് അത് വേദന മാറുന്നു, സ്റ്റെറോയിഡ് ഉണ്ട് എന്നങ്ങ് അങ്ങ് കൊടുക്കുകയാണ്. നമുക്കിതെല്ലാം സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്കങ്ങനെ ഇന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഈ സ്റ്റെറോയിഡ് കടയിൽ ചെന്ന് കുറച്ച് സ്റ്റെറോയിഡ് മേടിക്കാൻ ചെന്നാൽ കിട്ടുമോ? അങ്ങനെ ഒരിക്കലും ഇല്ല. ഇതിനൊക്കെ കുറേ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ വെച്ചിട്ടേ മെഡിസിൻ പ്രിപ്പയർ ചെയ്യാനൊക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കൺസെപ്റ്റാണ് സാർ, എക്സ്ട്രാക്റ്റ് വെച്ചിട്ടാണ് മരുന്ന് ഉണ്ടാക്കുക. അപ്പം മരുന്നിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇത്തിരി കൂടുതലായിരിക്കും. ഭയങ്കര സ്കോപ്പ് ഉണ്ട്. തന്നെയല്ല, ഇപ്പോൾ പണ്ട് നമ്മൾ കഷായം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 20 മില്ലി കഷായത്തിന് 60 മില്ലി വെള്ളം ചേർക്കുക, 3 ഇരട്ടി വെള്ളം ചേർക്കുക എന്നൊക്കെ പറയുന്ന സംഭവം ഒരു ടാബ്ലറ്റിൻ്റെ ഫോമിലേക്ക് വരുമ്പോൾ അത്രത്തോളം ഇതിലേക്ക് വരികയാണ്, കോൺസെൻട്രേഷനിലേക്കും അതിൻ്റെ ആ ഒരു ഇതിലേക്കും. അങ്ങനെ വളരെ നമുക്ക് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടല്ലോ നമുക്ക് അസസ് ചെയ്യാൻ. ഈ ആയുർവേദത്തിൽ അതോടൊപ്പം തന്നെ നമുക്ക് ഈ പാട്ടുപാടി അസുഖം മാറ്റാൻ പറ്റുന്നൊരു ട്രീറ്റ്മെന്റ് സ്റ്റൈലുണ്ട്. പാട്ടുപാടി അസുഖം മാറ്റിയവരുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ച് വലിയ ചെയ്യാറുണ്ടോ? ഞാൻ പാട്ട് പാടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ രോഗികളോട് പാട്ട് പാടാറുണ്ട്. രോഗികളുടെ മുമ്പിൽ പാട്ട് പാടാറില്ല, രോഗികളെ നമ്മളെ പാട്ട് പാടിപ്പിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും പാടാം നമുക്കല്ലേ. ഇത് ഇപ്പം ഈ ആയുർവേദത്തിൻ്റെ കുറേ സാധനങ്ങൾ തന്നെ, അതായത് നമ്മുടെ ശ്ലോകങ്ങളൊക്കെ തന്നെ സംസ്കൃതത്തിലാണ്. അപ്പം പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിലപ്പം എന്തെങ്കിലുമൊക്കെ അവർക്ക് കുറച്ച് ഇതിൻ്റെ ട്രിക്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ പാട്ടിൻ്റെയൊക്കെ ഒരു ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് പിന്നെ
ഈ സംഗീതം നമുക്ക് വലിയ താല്പര്യമുള്ളൊരു മേഖലയായതുകൊണ്ട് പഠിച്ചിട്ടുണ്ട്. കുറച്ച് ചെറുപ്പത്തിലെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. എനിക്കത് കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ എന്നിരുന്നാലും ആ ഇൻട്രസ്റ്റ് എന്നിൽ നിന്ന് പോയില്ലായിരുന്നു. ഒരു യേശുദാസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നല്ലേ എന്ന് പറയാനൊക്കത്തില്ല, എങ്കിലും രണ്ടുപേരും ഞാൻ നമ്മുടെ നാട്ടിൽ ശ്രീവല്ലഭസ്വാമിയാണ് നമ്മുടെ ദേശദേവൻ. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ തന്നെ ഒരു കീർത്തനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ തന്നെ, അപ്പോൾ അത് നമ്മുടെ മനസ്സിലൊരു സംഗീതം ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് അത് പാടി വന്നപ്പോൾ അത് വൃന്ദാവന സാരംഗ എന്ന് പറയുന്ന ഒരു രാഗത്തിലാണത്. അധികം കീർത്തനം ഉണ്ടോ വൃന്ദാവന സാരംഗ? ഈ ചലിയെ കുഞ്ചനമോ എന്ന് പറയുന്ന അത് വൃന്ദാവന സാരംഗയാണ്. അങ്ങനെ വളരെയധികം കീർത്തനങ്ങളുള്ളൊരു രാഗമാണ്. കലിയുഗ വരദൻ കണ്ട ദൈവമായി, അതൊക്കെ വൃന്ദാവന സാരംഗയിലാണ്. അപ്പോൾ അതിനോട് അപ്പം വൃന്ദാവന സാരംഗയിൽ തന്നെയാണ് ഞാനത് പാടിയത്. അത് ജസ്റ്റ് ഒരു 2 വരിയാവുന്ന ചുമ്മാ ജസ്റ്റ് ഒന്ന്. രാഗത്തിന്റെ പ്രത്യേകത കൂടെ ഒന്ന് പറയാമോ? എനിക്ക് അത്ര ക്ലാസിക്കലായിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഈ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഇന്ന രാഗമാണെന്ന് അറിയാമെന്നല്ലാതെ എനിക്ക് അതിൻ്റെ ഡീപ്പറായിട്ട് എനിക്ക് അതൊരു അറിവിലേക്കുള്ള കൗതുകം അല്ല, എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി അങ്ങനെ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആരോഹണം അവരോഹണം പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഭജരേ ശ്രീവല്ലഭം കരുണാകരം മാധവദേവം ശാന്തവിഹാരം ഭജരേ ശ്രീവല്ലഭം കരുണാകരം മാധവദേവം ശാന്തവിഹാരം ഭജരേ ശ്രീവല്ലഭം കരുണാകരം ശംഖചക്രാങ്കിതമോഹനരൂപം ശംഖചക്രാങ്കിതമോഹനരൂപം ശ്രീവത്സധാരിണം ശ്രീവാസുദേവം ശംഖചക്രാങ്കിതമോഹനരൂപം ശ്രീവത്സധാരിണം ശ്രീവാസുദേവം ശ്രീവല്ലഭേശം ശ്രിതജനനാദം ശ്രീവല്ലഭേശം ശ്രിതജനനാദം ശ്രീപത്മനാഭം ശ്രീരഘുരാമം ഭജരേ ശ്രീവല്ലഭം താങ്ക് യു. വളരെ വളരെ ഈ മനോഹരമായ വെള്ളക്കോട്ടിനകത്ത് വലിയ മനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു കലാഹൃദയമുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. വളരെ സന്തോഷം ഡോക്ടർ കെ പി നമ്പൂതിരി ഈ ഒരു പ്രോഗ്രാമിന് വന്നതിന്. വളരെ ഇൻഫോർമേറ്റീവായിരുന്നു. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് വന്ന ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ തന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. വീണ്ടും കൂടുതൽ ആയുർവേദ രംഗം ശോഭാവരമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആശംസകൾ. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന അങ്ങയുടെ ഗ്രൂപ്പിനോട് എൻ്റെ അഗൈതവുമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. നമുക്ക് ഇനിയും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ.